ചില്ലറ വിഷയമല്ല ഇത്. ഇന്നത്തൊക്കെ പ്രശ്നം ഇതാണ്, എൻ്റെ ഇഷ്ടമാണ്. ഭയങ്കര ഉഷാറില്ല പറയാം, പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റില്ല. നിൻ്റെ ഇഷ്ടമാണ്, ഓക്കെ. അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് ഈ നിൻ്റെ ഇഷ്ടത്തിന് എതിരാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഹു ഈസ് ഗോഡ്, ഐ ഡോണ്ട് ബിലീവ്. കുറച്ച് നേരത്തേക്ക് അങ്ങനെയൊക്കെ ചില തല പൊളിഞ്ഞ ജീവിതം ഉണ്ടാവും. പിന്നെ ബോധം വരും. ചിലപ്പോൾ ഒരു തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ ആയിരിക്കും മൂക്കിൽ ഭംഗി വെച്ച് കൊണ്ടുപോവുക. അതാണ് നമ്മൾ പേടിക്കുന്നത്. ഒരു തൗബ ചെയ്യാൻ അവസരം, ഒരു വിചിന്തനത്തിന് ടൈം കിട്ടൂല. അപ്പോഴേക്കും ബൈക്ക് ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ്, മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, കദ്ദബത് സമൂദു ബിതഗ്വാഹാ. ഏറ്റവും വലിയ കൈക്കരുത്ത് അള്ളാഹു നൽകിയ ഒരു സമുദായത്തെയാണ് പിന്നെ അള്ളാഹു ധരിക്കുന്നത്. സമൂദ് ഗോത്രം അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. ബിതഗ്വാഹാ, അവരുടെ ധിക്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ചവരാണവർ. ഭയങ്കരമായ ആരോഗ്യമായ മലകൾ തുരന്നുണ്ടാക്കുന്നവരാണ്. സൗദി അറേബ്യയിലെ ഹിജ്റിൽ പോയാൽ എന്ന് അൽ ഉല എന്നാണ് അറിയപ്പെടുക. അവിടെ എയർപോർട്ട് വന്നിട്ടുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. അല്ലെങ്കിൽ തബൂക്ക് എയർപോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. അൽ ഉലയിൽ എയർപോർട്ടുണ്ട്. സമൂദുകാർ ജീവിച്ച സ്ഥലം നമുക്ക് കാണാൻ പറ്റും. പെട്രയിൽ ചെന്നാൽ കാണാൻ പറ്റും, ജോർഡാനിൽ. അതൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ പരിസരങ്ങൾ തന്നെയാണ് സമൂദുകാർ ജീവിച്ചത്. കാനു യൻഹിതൂന മിനൽ ജിബാലി ബുയൂത. They used to crave houses out of mountains. പർവ്വതങ്ങളൊക്കെ തുരന്നിട്ട് ഇങ്ങനെ വീടുണ്ടാക്കുന്നവരാണ്. നമ്മളൊക്കെ സിമെൻ്റൊക്കെ കട്ട വെച്ചിട്ട് ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിട്ടല്ലേ വീടുണ്ടാക്കുക. അവർക്ക് മല കിട്ടിയാൽ മതി, അത് തുരന്നിട്ട് വീടാക്കി കളയും. അത്ര വലിയ മെയ്സൺസ് ആൻഡ് എൻജിനീയേഴ്സ് ആയിരുന്നു അവർ. അവർക്ക് തോന്നി, ഞങ്ങൾ ഇങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യന്മാരല്ലേ, പിന്നെ കണ്ണുകൊണ്ട് കാണാത്തൊരു പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ബിതഗ്വാഹാ ആ സമൂദിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. അയാളുടെ പേര് ഖുദാർ ഇബ്നു സാലിഫ് എന്നായിരുന്നു. ഖുദാർ ഇബ്നു സാലിഫ്. ആ മനുഷ്യൻ മുന്നോട്ട് വന്ന് എന്ത് ചെയ്തു? ഫഖാല ലഹും റസൂലുള്ളാഹ് നാഖത്തല്ലാഹി വസുഖിയാഹാ. സമൂദുകാർക്ക് ദൃഷ്ടാന്തമായി സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് ദൃഷ്ടാന്തമായി കൊണ്ടുവന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. എ camel which came out of rocks. പാറകളുള്ള മലയിൽ നിന്ന് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ഷീ camel, ഒരു പെൺ ഒട്ടകം അല്ലാഹു കൊടുത്തവർക്ക്. അത് പിന്നെ പ്രസവിച്ചു, നല്ല പാല് ചുരത്തി. ആ പാൽ അവർ കറന്നു വെച്ചിരുന്ന സ്ഥലമടക്കം ആ പാറ കൊണ്ടുണ്ടാക്കിയൊരു പാത്രമുണ്ട്. അതൊക്കെ ഇന്നും അവിടെ നിലവിലുണ്ട്. അവർ ആ ഒട്ടകത്തെ അറുക്കാൻ ചെന്നു. അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത്. ആ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ കൊല്ലാൻ വേണ്ടി അവരിലെ ഏറ്റവും മോശപ്പെട്ട ആൾ എന്ന് പറയുന്ന ഖുദാർ ഇബ്നു സാലിഫ് അയാൾ പുറപ്പെട്ടപ്പോ ഫഖാല ലഹും റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകനായ സ്വാലിഹ് അലൈഹിസ്സലാം പറഞ്ഞു, നാഖത്തല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ ഒട്ടകമാണ്. വസുഖിയാഹാ, ആ ഒട്ടകത്തിൻ്റെ കുടിവെള്ളമാണ്, നിങ്ങൾ മുടക്കിക്കളയരുതേ. ഫകദ്ദബൂഹു, അവർ പറഞ്ഞു, യു ആർ എ ലയർ, നിങ്ങൾ നുണ പറയുന്ന ആളാണ്. ആരോടായി പറയണത്? മുഅ്ജിസത്ത് കൊണ്ടുവന്ന നബിയോട്. ആരോഗ്യത്തെക്കുറിച്ച് IT ടെക്നോളജിയൊക്കെ പഠിക്കുമ്പോഴേ ഈ മൂല്യന്മാർക്കൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്നതൊരു സ്വാഭാവികമായ ഒരു ചിന്തയാണ്. അങ്ങനെ പറയും മതവിശ്വാസികൾ, ബുദ്ധിയില്ലാത്തവർ. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ത് മതം, അതൊക്കെ അന്നുണ്ടായതല്ലേ? അല്ലല്ല. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ വായിച്ചിട്ട് വരണ്ട. മതത്തിന് ഫ്രോയിഡ് കൊടുത്ത ഡെഫിനിഷൻ അല്ല നമ്മൾ വായിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം മുതൽ മനുഷ്യാന്ത്യം വരെ നിലനിൽക്കുന്ന അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതാണ് ഇസ്ലാം. അല്ല, മനുഷ്യൻ പേടിച്ചതിനൊക്കെ ആരാധിക്കാൻ തുടങ്ങി, അങ്ങനെ മതം ഉണ്ടായി. ഒരു തലയും വാലില്ലാത്ത ചങ്ങായി ഫ്രോയിഡ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളതാണോ, ആ ഡെഫിനിഷനാണോ നമ്മൾ എടുക്കുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ അതാ തലയിൽ വെച്ച് നടക്കുന്നത്. മതം ഉണ്ടായത് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ ഒട്ടകത്തെയും അതിന് കുടിക്കാനുള്ള വെള്ളവും നിഷേധിച്ചുകൊണ്ട് കൊല ചെയ്യാൻ വന്നു. സ്വാലിഹ് നബി ഇത് ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്വാലിഹ് നബി നുണ പറയുന്നവനാണ് എന്ന് പറഞ്ഞ് ഫഅഖറൂഹാ, ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു, കൊല ചെയ്തു കളഞ്ഞു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, ആ ചെയ്ത മഹാപാതകത്തിന്റെ പേരിൽ ആ കുറ്റത്തിന് കൂടെ നിന്ന മുഴുവൻ ആളുകളെയും ഭൂമിയുടെ മേൽ
നിലംപരിശാക്കി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. വലാ യഖാഫു ഉഖ്ബാഹാ, അവർക്ക് സംഭവിക്കുന്ന അന്ത്യത്തെയോർത്ത് അള്ളാഹ്ക്ക് ഒന്നും പേടിക്കാനില്ലല്ലോ. അവർ ചെയ്ത തിന്മകൾക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തുകൊണ്ടാണ് ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റടിച്ചു വീശിയിട്ട് വലിയ വലിയ മഹാമരങ്ങളോളം കായബലമുണ്ടായിരുന്ന മനുഷ്യരെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞത്. ഖുർആൻ പറയുന്നു, അവര് മരിച്ചു വീണ് കിടക്കുന്ന കാഴ്ച കണ്ടാൽ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ. Look at them, they look like a hollow trunk of a palm tree. വലിയ വലിയ ഈത്തപ്പനയുടെ വണ്ണമുള്ള തടികളാണ് കിടക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ മനുഷ്യന്മാരായിരുന്നു. എന്തേ? അവർക്കൊരു അഹങ്കാരം തോന്നി, പടച്ചോരൊന്നുമില്ല. അന്നത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഒട്ടകം, അള്ളാഹിന്റെ ഒട്ടകം, സ്വാലിഹ് നബിയുടെ ഒട്ടകം. അതിനവർ അറുത്തു. അതിനെ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ സ്വാലിഹ് നബിന്റെ ഒട്ടകം എന്ന് നമ്മൾ പറയാൻ പറ്റുമെങ്കിൽ അതിലേറെ വലുതാണ് വിശുദ്ധമായ ഖുർആനും ഹബീബിന്റെ സുന്നത്തും. അതിനെ പുല്ലുവില. ഖുർആൻ എടുത്ത് ഓതുന്നില്ല, പഠിക്കുന്നില്ല, ബാക്കി എല്ലാ വാറോലയും വായിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഇത് തീർന്നാൽ മരിക്കാൻ വരെ സമയം കിട്ടൂല. അത് തീർന്നിട്ട് അത്രയും വായിക്കാനും കാണാനും വീഡിയോസ് ഓരോ ദിവസവും. ഒരു ദിവസം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മറ്റൊക്കെ കയറി കൂടുന്ന വീഡിയോസ് ഒരു ദിവസത്തേത് മാത്രം കാണണമെങ്കിൽ മിനിമം 40 കൊല്ലം എടുക്കുന്ന ഒരു ദിവസം അപ്ലോഡ് ചെയ്ത് കാണണമെങ്കിൽ. പിന്നെ എന്നതൊക്കെ തീരുക? അതൊക്കെ വായിക്കാൻ നമുക്ക് സമയമുണ്ടല്ലേ? ഖുർആനിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ? നല്ലൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ഖുർആനിൻ്റേത് വായിക്കാറുണ്ടോ? നമ്മൾ ഖുർആൻ ഓതി നോക്കാറുണ്ടോ? അറബിയിൽ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്ന ഗ്രന്ഥം? ഇതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ ഇന്നർ മീനിങ് എന്താണ്? അതിൻ്റെ ഈ വലിയൊരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്ത ഈ ഒരു ഗ്രന്ഥം ഇന്നും 1.7 ബില്യൺ ആളുകളുടെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റ് കഴിയുന്ന ഗ്രന്ഥമാണിത്. ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യലായിരിക്കുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന് ഓതി നോക്കാൻ ഈ ഉമ്മത്തിൽ പറന്ന മക്കൾക്ക് സമയം കിട്ടുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാർക്ക് നേരമുണ്ടോയെന്നല്ല, നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? പുല്ലുവിലയല്ലേ? സ്വാലിഹ് നബിന്റെ ഒട്ടകത്തെ അവർ അറുത്തു വീഴ്ത്തിയ പോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് പഠിക്കാൻ സമയമില്ല, നമ്മളതിനെ അറുത്തു വീഴ്ത്തിയിരിക്കുകയാണ്. പിന്നെ റമളാൻ വരുമ്പോൾ പൊടി തട്ടും, കുറച്ചു നേരം പള്ളിയിൽ പോയിരുന്നിട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത റമളാൻ വരുമ്പോൾ എടുത്ത് നോക്കുള്ളൂ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കുന്ന ആളുകളെ അള്ളാഹ് നശിപ്പിച്ചു കളഞ്ഞാൽ ആ നാശത്തെക്കുറിച്ച് അള്ളാഹ്ക്ക് പേടിക്കാനില്ല. അള്ളാഹ് ഒരിക്കലും പേടിക്കില്ല. അള്ളാഹ്ക്ക് എന്ത് പേടി? ഇത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അഹങ്കാരം കൊണ്ട്, ഡ്രിവൻ ബൈ അറഗൻസ്, അഹങ്കാരം കൊണ്ട് ചെയ്തവരാ സമൂദ് ഗോത്രക്കാർ. അഹങ്കാരം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച ഒരു സമുദായം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്നോടും നിങ്ങളോടും. അഹങ്കാരം കൊണ്ട് നന്മ കാണാതെ പോയവരെ പോലെ നിങ്ങൾ ആവരുത്. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പും ഡേറ്റിങ്ങും നടത്താൻ അതിനൊന്നല്ല പടച്ചങ്ങോട്ട് പടച്ചു വിട്ടത്. അതിനൊക്കെ കുറെ കാഫിറുകളും ബുദ്ധിയില്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം. നമ്മൾ മഹിതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാമെന്നവരാ. ആ ലക്ഷ്യം നാളത്തെ സ്വർഗത്തിലേക്ക് എത്തലാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, പടച്ചവനെ to cherish him and nourish and worship him and subdue for him. അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കാമെന്നവരാ നമ്മൾ. പടച്ചവൻ്റെ മുമ്പിലേ ഞാൻ തലകുനിക്കൂ എന്ന് ഇജ്ജത്തോടെ പറയാൻ കഴിയുന്നവരാ നമ്മൾ. ആ ലക്ഷ്യബോധം നമ്മുടെ യുവതലമുറക്കുണ്ടാവണം. നമ്മുടെ യുവാക്കൾ വെറുതെ ഇങ്ങനെ ഒരു പുകയിൽ ജീവിക്കരുത്, കഥല്ലാതെ ജീവിക്കരുത്. ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും മോനെ. നിൻ്റെ ആരോഗ്യവും നിൻ്റെ കരുത്തും നിൻ്റെ മസിലൊക്കെ ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ അള്ളാഹുവിൻ്റെ മുമ്പിൽ. നിനക്ക് മുമ്പോട്ട് പോകണം, ഖബറിൽ പോയി കിടക്കണം, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിൽക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ചില ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് വരുന്നത് ഓർക്കുമ്പോഴേക്കും അവരുടെ മുഖത്തെ മാംസങ്ങൾ ഇങ്ങനെ താഴോട്ട് ഉതിർന്നു വീഴുമത്രേ. പേടി. എങ്ങനെയാ റബ്ബേ ഞാൻ അള്ളാഹുവെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പേടിച്ചിട്ട്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കടന്നു പോകുന്ന ആ ഒരു അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തു കിടക്കുന്നവനാണ്. റബ്ബേ നീ എന്നെ വിളിക്കുകയും ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തേ എൻ്റെ അടിമയെ നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് നീ എന്നോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിയുന്ന വിധം.
അച്ചടക്കത്തിൽ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുണ്ടായിരുന്ന മുഴുവൻ ആളുകളും തിന്മയുടെ പിന്നാലെ ഓടിയപ്പോൾ അല്ലാഹുവേ ഞാനത് ചെയ്തിരുന്നില്ല. എൻ്റെ കൂട്ടുകാർ കൈ നിറയെ പൈസ വാപ്പമാർ അയച്ചു കൊടുക്കുമ്പോൾ, ഉമ്മമാർ അയച്ചു കൊടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകളിലും കഫകളിലും കറങ്ങി നടന്ന് ബോയ്സും ഗേൾസും ഒക്കെയായി ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ നടന്നപ്പോ, ലഹരിക്കടിമകളായി നടന്നപ്പോ അല്ലാഹുവേ ഞാനത് ചെയ്തിട്ടില്ല. ഞാനത് ചെയ്യാതിരുന്നത് റഹ്മതക യാ റബ്ബ്, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തും നിന്റെ കരുണ കൊണ്ട്, നിന്റെ കാരുണ്യം എനിക്ക് ലഭിക്കാനാണ് നീ പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചത് എന്ന് റബ്ബിനോട് പറയുമ്പോൾ ഫബിറഹ്മതി, എന്റെ റഹ്മത്തിനെ മുൻനിർത്തി ഞാൻ പറയട്ടെ, അന്നീ ഗഫർതു ലക്, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു നേരിട്ട് പറയുന്ന ആളുകളുണ്ടത്രേ. ചില ആളുകൾക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തം ആലോചിക്കാൻ പോലും പേടിയായി. അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഞാൻ എന്ത് വന്ന് പറയാനാണ്? കണ്ണുകൾക്ക് കാഴ്ചയും ചെവികൾക്ക് കേൾവിശക്തിയും ബുദ്ധിക്ക് ഒരു കുഴപ്പവുമില്ലാതെ ആരോഗ്യം മുഴുവൻ, 2 കൈയും 2 കാലും എല്ലാം തന്നു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു വന്നിട്ട് അല്ലാഹുവേ നീ എന്ന ഒരു രക്ഷിതാവ് ഉണ്ടെന്ന് പോലും വിശ്വസിക്കാതെ, നിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ സത്യം മാത്രം ലോകത്തോട് പറഞ്ഞ, തമാശയിൽ പോലും ഒരു കളവ് പറഞ്ഞതായി ചരിത്രത്തിൽ മുസ്ലിമീങ്ങളോ അല്ലാത്തവരോ ആയ ചരിത്ര പണ്ഡിതന്മാർക്ക് ഒരു ഇൻസ്റ്റൻസ് പോലും ഉദ്ധരിക്കാനില്ലാത്ത സത്യപ്രവാചകരായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവേ നിന്റെ തിരുദൂതനായിരുന്നു എന്ന് പുണ്യ നബിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിച്ചവർ എങ്ങനെ അല്ലാഹുവിന്റെ ലിഖാഇന് സാധ്യമാകും? അതുകൊണ്ട് ചില ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും മാ മിൻകും ഇല്ലാ വയുകല്ലിമുല്ലാഹു റബ്ബഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു പരിഭാഷകൻ മുമ്പിലില്ലാതെ, ഒരിടനിലക്കാരനില്ലാതെ അല്ലാഹു നിങ്ങൾ ഓരോരുത്തരോടും നേരിട്ട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് മാംസം ഉറ്റി വീഴുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പേടിച്ചുകൊണ്ട് അപ്പോഴാ ബോധം തെളിയാ വേണ്ടില്ലായിരുന്നു. ഇത് പഠിപ്പിച്ചു തരാനാണ് 8ഓളം ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹത്തായ സൃഷ്ടികളെ സാക്ഷ്യപ്പെടുത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്താ പറഞ്ഞ വിഷയം? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിങ്ങളുടെ ശരീരം എത്ര വൃത്തിയിലും എത്ര ഭംഗിയിലും എത്ര ആരോഗ്യത്തിലുമാണ് നിങ്ങളത് കൊണ്ടു നടക്കുന്നത്. ആ ശരീരം ഇഷ്ടപ്പെടുന്നത് മുഴുവൻ ചെയ്തു കൂട്ടല്ലേ. നിങ്ങളുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കണമേ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് 8ഓളം വരുന്ന റബ്ബിന്റെ മഹാദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തി തന്നുകൊണ്ടാണ്. രാവും പകലുമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നന്മയും തിന്മയുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണത്. വല്ലൈലി ഇദാ യഗ്ശാഹാ, രാത്രിയുണ്ട്, ഇരുളെന്ന് പറയുന്നത് തിന്മകളാണ്, അതിൻ്റെ ഒരു സിമ്പലാണ്. വന്നഹാരി ഇദാ ജല്ലാഹാ, തെളിമയാർന്ന പ്രഭയാർന്ന പകലുണ്ട് എന്ന് പറഞ്ഞു തന്നത് നന്മയുടെ പ്രകാശം സൂചിപ്പിക്കാനാണ്. നന്മയും തിന്മയുമുള്ള ലോകമാണത്. നല്ല പ്രകാശമുള്ള കത്തിജ്വലിക്കുന്ന സൂര്യനുള്ള ലോകമാണിത്. എന്നാൽ അന്ധതയിൽ മാത്രം തെളിയുന്ന ഒരു അമ്പിളിയുള്ള ലോകമാണിത്. എന്നാൽ നന്മയും തിന്മയും അല്ലാഹു നൽകിയത് ഇത് നിങ്ങളിൽ ഏത് ചോയ്സ് ചെയ്യുന്നു, ഏത് സെലക്ട് ചെയ്യുന്നു എന്ന നിങ്ങളുടെ സെലക്ഷനാണ് അല്ലാഹു സ്വർഗവും നരകവും വിധിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സർവമാന സൃഷ്ടിപ്പുകളെയും ആകാശ ലോകങ്ങളെ വസ്സമായി വമാ ബനാഹാ 26 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം കിടക്കുന്ന താരസമൂഹങ്ങളെ ഇന്ന് സയന്റിസ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് നിങ്ങൾ മണ്ണിൽ അലിഞ്ഞു പോയാൽ നിങ്ങൾക്കൊരു ജീവൻ തന്ന് രണ്ടാമത്തെ ഒരു പുനർജന്മം നൽകാൻ അള്ളാഹു വല്ല പണിയുമുണ്ടോ? അവനല്ലയോ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത് എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു. ചെറിയ സൂറത്താണത്, സൂറത്തു ശംസ്. എന്നിട്ടാണ് ധിക്കാരം കൊണ്ട് നാശം സംഭവിച്ചു പോയ സമൂദിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. നമ്മളെക്കാളും ആരോഗ്യമുണ്ടായിരുന്നവർ, കായബലമുണ്ടായിരുന്നവർ,
ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ലഭ്യമായ സയൻസ് വെച്ച് നോക്കിയാൽ അവരുടെ മേസൺ സ്കില്ലുകൾ വലുതായിരുന്നില്ലേ, അവരുടെ എഞ്ചിനീയറിംഗ് വലുതായിരുന്നില്ലേ? അത് കാണാൻ നമുക്കിന്ന് ചെന്നാൽ ടിക്കറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ചെന്ന് കാണാൻ പറ്റും. അല്ലുളയിലും പെട്രയിലുമെല്ലാം ചെന്ന് നോക്കി നിങ്ങളെ. ആ ഒരു സമുദായത്തെ റബ്ബ് മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്നത്, ആരോഗ്യവും സയൻസും ശാസ്ത്രവും ടെക്നോളജിയും കയ്യിൽ കിട്ടുമ്പോ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ തച്ചുടച്ചു കളയല്ലേ. സമൂതുകാർ ഒട്ടകത്തെ അറുത്ത പോലെ വിശുദ്ധ ഇസ്ലാമിന്റെ വ്യക്തമായ രേഖയാണ് ഖുർആൻ, അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസുകൾ. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് പഠിച്ചു നോക്ക്. വിമർശിക്കാൻ വേണ്ടി മാത്രം പഠിക്കല്ലേ, വിമർശിക്കാനല്ല പഠിക്കേണ്ടത്, സത്യസന്ധമായി അപ്രോച്ച് ചെയ്യും. എന്തുകൊണ്ട് കാലാകാലങ്ങളിൽ ധർമ്മവും നിഷ്ഠയും മൊറാലിറ്റിയും പഠിപ്പിക്കാൻ വന്ന വിശുദ്ധമായ ഖുർആനിനോളം തിരു ഹബീബിന്റെ സുന്നത്തിനോളം പ്രൗഢമായ എന്ത് കോൺട്രിബ്യൂഷനാണ് മനുഷ്യ സമൂഹത്തിന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് അഭിമാന ബോധമുണ്ടാവാനാണ്. വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ നിധിയാണ് എന്ന് മനസ്സിലാക്കാനാണ്. നമ്മൾ മുസ്ലിം ഉമ്മത്തിൽ ജനിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന്റെ വില നമുക്കറിയില്ല, ഖുർആനിന്റെ വില നമുക്കറിയില്ല. മുസ്ലിമാവാൻ ഭാഗ്യം കിട്ടുന്ന ഒരു നേരം കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാമിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊന്ന് ചോദിക്കണം, എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിന്റെ ബോധം, എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു മനോവികാരം, എങ്ങനെയുണ്ടായിരുന്നു കലിമ ചൊല്ലിയപ്പോൾ? അവർക്ക് തോന്നുന്ന രോമാഞ്ചത്തിന്റെ 1000-1 ഒരുപക്ഷെ ഈ ഉമ്മത്തിൽ ജനിച്ചു വീണ മക്കൾക്കുണ്ടായിരിക്കണമെന്നില്ല. എന്തുകൊണ്ട്? ചോദിക്കാതെ കിട്ടിയതാണത്. ചോദിച്ച് ദാഹിച്ചു കിട്ടുന്ന ഒരു സാധനത്തിന്റെ വില, ആ സാധനം ചോദിക്കാതെയും ദാഹിക്കാതെയും കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ബോധിക്കുന്നില്ലല്ലേ? അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ആരാണോ ഈ ശരീരത്തെ സംസ്കരിക്കുന്നത് അവര് രക്ഷപ്പെട്ടു. ആരാണോ ഈ ശരീരത്തിന്റെ ഇഷ്ടം അതിനൊത്തു നീങ്ങുന്നത് അവര് പരാജയപ്പെട്ടു. വിശുദ്ധ ഖുർആൻ ഇത് പറയാനാണ് 8 ആയത്തുകളെ വെച്ച് സത്യം ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി വിഭാഗം ഒരു റിസർച്ചർ ഉണ്ടായിരുന്നു, ജസ്റ്റിൻ ബാരറ്റ്, JUSTIN, ജസ്റ്റിൻ ബാരറ്റ്, BARRET, ജസ്റ്റിൻ ബാരറ്റ്. അയാളുടെ ഒരു പഠനമുണ്ട്, ഫിത്രത്തിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് എന്ന്. എല്ലാ കുഞ്ഞിനും ജന്മന ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതില്ലാതെ പോകുന്നത് അവരെന്തെങ്കിലും വായിച്ചിട്ടും തലതിരിഞ്ഞു പോയിട്ടുമാണ്. ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസും ഇല്ലാതെ ഒരു കുഞ്ഞിനെ വളരാൻ വിട്ടാൽ ആണായാലും പെണ്ണായാലും ബൈ ബർത്ത്, ജന്മന ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് എല്ലാ കുഞ്ഞുങ്ങളും വിശ്വസിക്കും, എല്ലാ മനുഷ്യരും വിശ്വസിക്കും. ഇസ്ലാം വേണമെന്നില്ല. ഇത് പഠിക്കാൻ 40 വർഷത്തെ റിസർച്ച് ചെയ്തു ജസ്റ്റിൻ ബാരറ്റ്. അദ്ദേഹത്തിൻ്റെ തീസിസ് ഉണ്ട്, വളരെ വിശദമായിട്ട്. എല്ലാ മക്കളിലും അത്ഭുതമാണ്. നിങ്ങൾ യു മേ ടീച്ച് ദം റിലീജിയൻ ഓർ നോട്ട്, ദേ ബിലീവ് ഇൻ ഗോഡ് ബൈ ബർത്ത്. ജന്മം കൊണ്ട് തന്നെ പടച്ചോൽ വിശ്വസിക്കുന്നവരാ. ഇതിനാണ് പുണ്യനബി പേരിട്ട് വിളിച്ചത് അൽ ഫിത്ര. എല്ലാ കുഞ്ഞും ജനിക്കുന്നത് ഫിത്രത്തിലാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. Every newborn is born on fitra. Fitra means the pure, innate human nature that enables someone to believe in the one and only Creator. പടച്ചതമ്പുരാനെ വിശ്വസിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന, മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരത്തിനാണ് ഫിത്രത്ത് എന്ന് പറയാം. ഇത് എല്ലാവർക്കും ഉണ്ടെന്നാണ്. അതിനെ കാച്ചിയെടുത്ത് വെളിച്ചം നൽകുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ജന്മന ആരും നിരീശ്വരവാദിയല്ല, ജന്മന എല്ലാവരും വിശ്വാസിയാണ്.
അതുകൊണ്ട് അവരിൽ നിരീശ്വരവാദമോ നാസ്തികതയോ ഉണ്ടാക്കുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ അത്ഭുതമാണ് റബ്ബേ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് നമ്മെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു നാളിന് വേണ്ടി, ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് പറയാൻ കാരണം ശരീരത്തെ സംസ്കരിച്ചെടുക്കണം, തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങണം, അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് പോകാനുള്ളവരാണ്. 21ഓളം സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 21 സ്വഹാബിമാർ لا تزال طائفة من أمتي على الحق منصورة ولا يضرها من خذلها ولا من خالفها حتى يأتي أمر الله وهم على ذلك. لا تزال طائفة من أمتي എൻ്റെ ഉമ്മത്തിലെ എൻ്റെ അനുയായികളിലെ ഒരു വിഭാഗം ആളുകൾ അലൽ ഹഖ് മൻസൂറ, നന്മയുടെ മേൽ, സമാധാനത്തിൻ്റെ മേൽ, ധാർമ്മികതയുടെ മേൽ അടിയുറച്ചു നിൽക്കുകയും അവരിൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയും ചെയ്യും. ലാ യദുറുഹാ മൻ ഖദലഹാ വലാ മൻ ഖാലഫഹാ. ആ വിഭാഗത്തെ ആരൊക്കെ അടിച്ചമർത്തിയാലും, ആരെല്ലാം നിരാശപ്പെടുത്തിയാലും, ആര് അപമാനിച്ചാൽ തന്നെയും അവർക്കതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് പുണ്യനബി തങ്ങൾ പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നും നിലവിലുണ്ടാകും. ഹത്താ യഅതിയ അംറുല്ലാഹ്, അല്ലാഹുവിൻ്റെ തീരുമാനം, ഈ പ്രപഞ്ചത്തിൻ്റെ നാശം അല്ലാഹു തീരുമാനിക്കുന്ന കാലം വരേക്കും. വഹും അലാ ദാലിക്, ഇത് ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ ഓരോരോ വിഭാഗങ്ങളിൽ വരും. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വഹും ഫീ അക്നാഫി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരങ്ങളിലുള്ള ഒരു വിഭാഗത്തെ നിബിധങ്ങൾ പേരെടുത്തു പറഞ്ഞു. അവർ ഈ പറഞ്ഞ വിഭാഗമാണ് എന്ന് റസൂലുള്ളാഹ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ത്യാഗം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന ആളുകളാണത്രേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകാം. അതേതെങ്കിലും ഒരു സംഘടനയുടെ പേരിലോ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിലോ വെച്ചു കെട്ടുകയല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുവേ, ആ ഒരു മൻസൂറത്തായ ത്വായിഫത്തിൽ നിന്റെ സഹായം ലഭിക്കുന്ന ആൾക്കൂട്ടങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ ചേർത്തിത്തരേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാനാണ്. ആ ഒരു ഉമ്മത്തിൻ്റെ പൈതൃകം ഏറ്റെടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത തന്ന ഈ ഉമ്മത്തിൻ്റെ ഖലീഫയായി വരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദിയുൽ ഖുറശി റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ ഈ ഉമ്മത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന സമയം വരേക്കും ഈ ഉമ്മത്തിനെ നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇദാ കാന ഫീ ആഖിരിസ് സമാൻ, ലോകാവസാനത്തോട് ഈ പ്രപഞ്ചം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, വഖുബൈല ഖിയാമിസ് സാഅ, അന്ത്യനാൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെ, ഇദ സമാഉ ഫതറത് വഇദൽ കവാകിബു തഥറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത്. വിശുദ്ധമായ ഖുർആൻ പ്രപഞ്ചത്തിൻ്റെ അന്ത്യങ്ങളിലേക്ക് സൂചിപ്പിച്ച് ഇൻഫിതാറിലും തക്വീറിലും എല്ലാം അല്ലാഹു പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ മഹാദുരന്തങ്ങൾ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ആകാശലോകങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഡീറെയിലിംഗ് സംഭവിക്കുമ്പോൾ, ഡീറൂട്ട് സംഭവിക്കുമ്പോൾ, ആ സാധനങ്ങളെല്ലാം അവയുടെ ഓർബിറ്റിൽ നിന്ന് പുറമെ കടന്ന് കൊളീഷനും ഇവിടുത്തെ ഗ്രാവിറ്റിയും നഷ്ടപ്പെട്ട് വളരെ ഖയോറ്റിക്കായിട്ട് പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ താറുമാറാകുന്ന ഒരു രംഗത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ ഇവിടെ മുഅ്മിനീങ്ങൾ തലയെടുപ്പോടെ നിലനിൽക്കുമെന്ന് ഈ ഉമ്മത്തിന് ശുഭവിശ്വാസം തന്ന, ശുഭാപ്തി വിശ്വാസം തന്ന നബിയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. أنه إذا كان في آخر الزمان وقبيل قيام الساعة بعث الله تبارك وتعالى ريحا طيبة. ഖിയാമത്തിൻ്റെ തൊട്ട് മുമ്പ് അല്ലാഹു മനോഹരമായ സുഗന്ധമുള്ള ഒരു മന്ദമാരുതൻ, ഒരു ബ്രീസ്, ഒരു സുന്ദരമായ ഇളം കാറ്റ് അല്ലാഹു ലോകത്തേക്ക് മുഴുവൻ അയക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫഖബലത് റൂഹ കുല്ലി മുഅ്മിനിൻ വമുഅ്മിന. ഭൂമിലോകത്തെ എല്ലാ വിശ്വാസിയും വിശ്വാസിനിയും ആമന്ന മാരുതൻ അവരുടെ വീടുമുറ്റത്തിലൂടെ കടന്നു പോകുമ്പോഴേക്കും അവര് ശാന്തമായ വളരെ ആശ്വാസകരമായ ഒരു മരണം വന്നവർ താഴെ വീഴുമെന്ന് പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഫലാ യബ്ഖാ ഫിൽ അർളി ഇല്ലാ ശിറാറുൻ നാസ്. അങ്ങനെ ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ മാത്രമായിരിക്കും അന്ത്യനാളിന്റെ മുമ്പ് ഇവിടെ ബാക്കിയാകുന്നത്. വഅലൈഹിം തഖൂമുസ്സാഅ. അവർക്കുമീതയാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിലാകമാനം ഭൂകമ്പമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമിലോകത്ത് മുഴുവൻ ഭൂചലനങ്ങൾ ഉണ്ടാകും. എത്രത്തോളം കാടുകളിൽ കഴിയുന്ന വന്യജീവികൾ, വൈൽഡ് ബീസ്റ്റുകളടക്കം അവരുടെ ഹാബിറ്റാറ്റുകളിൽ അവർ വസിക്കുന്ന കാടുകളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ട് when the wild beasts are herded together, എല്ലാ കാടിൽ കിടക്കുന്ന ഹിംസ്ര ജന്തുക്കളും മനുഷ്യർ താമസിക്കുന്നിടത്തേക്ക് വന്ന് ഒരുമിച്ച് കൂടുന്ന, കാട്ടിൽ സമാധാനം ഇല്ലാണ്ടിരിക്കുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലിറങ്ങുമ്പോൾ നാട്ടിലും ദുരന്തങ്ങളായിരിക്കും. ഇതൊക്കെ നടക്കുന്നത് ആർക്കാണെന്നറിയോ? ഇതൊന്നും കാണാൻ ഒരു വിശ്വാസിയും ഇവിടെ ഉണ്ടാവുകയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. അവരൊക്കെ അതിൻ്റെ മുമ്പ് സമാധാനത്തോടെ ഭരിച്ചിട്ടുണ്ടാവും ഈ കാറ്റടിച്ചിട്ട്. وعليهم تقوم الساعة وإذا البحار سجرت. when the seas are filled with flame, തിരമാലകൾ തീജ്വാലകൾ കൊണ്ട് നിറയുന്ന സമയം ഖുർആൻ പറയാം ഇതൊന്നും കാണാൻ മുഅ്മിനീങ്ങളോട് ഉണ്ടാവില്ല എന്ന്. അവിശ്വാസികൾക്ക് മീതെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പ്രപഞ്ചത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന മഹാദുരന്തങ്ങൾ, ഭൂകമ്പങ്ങളും ഭൂമി പിളരുന്നതും എർത്ത്ക്വേക്കുകളും ഇതെല്ലാം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത് ഇല്ലാ ശിറാറുന്നാസ്. മൃഗങ്ങളെപ്പോലെ ഭോഗവും മൃഗങ്ങളെപ്പോലെ ജീവിത ലക്ഷ്യമില്ലാതെ സുഖിക്കാനും ഭോഗിക്കാനും വേണ്ടി നടക്കുന്ന മനുഷ്യക്കോലങ്ങളുടെ മീതെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുവരെ ജനങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിലനിൽക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നാവാൻ നമ്മുടെ മുമ്പിൽ വഴികൾ ഒരുപാട് ഇനിയും ബാക്കിയുണ്ട്. ഹബീബിന്റെ ഹദീസ് കേൾക്കണം. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് അവരുടെ സുനനിൽ ഉദ്ധരിക്കുകയും ഉലമാ മുഴുവൻ സ്വഹീഹാണെന്ന് വിധി എഴുതുകയും ചെയ്തൊരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അർളാഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. പുണ്യനബി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് വേണ്ടി ഓരോ രാജ്യത്തും ഓരോ നാട്ടിലും അല്ലാഹു അലാ റഅസി കുല്ലി മിഅതി സന 100 വർഷം പൂർത്തിയാകുമ്പോൾ, 100 കൊല്ലം പൂർത്തിയാകുമ്പോൾ, ഓരോ നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ആ ഉമ്മത്തിന്റെ ദീനിന് ഒരു ഉണർവ് നൽകാൻ വരുന്ന ആളുകൾ, ദീനിന്റെ നിയമങ്ങളെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വരുന്ന മുജദ്ദിദുമാർ, റിഫോമേഴ്സ് ഈ ഉമ്മത്തിൽ ഓരോ 100 കൊല്ലവും അല്ലാഹു അയച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് പറയുന്നത്. 2-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുകളിൽ ഒരാളാണ് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, മുജദ്ദിദുകൾ എന്ന് പറയുന്നത് ദീനിന്റെ ഓരോരോ വിഷയങ്ങളിലും ഒരു മുജദ്ദിദ് വരും. ഫിഖ് പഠിപ്പിക്കാൻ വന്ന ഒരു മുജദ്ദിദ് ഉണ്ടാകും, തസവ്വുഫ് പഠിപ്പിക്കാൻ വന്ന മുജദ്ദിദ് ഉണ്ടാകും, അതുപോലെ ദീനിന്റെ അഹ്കാമുകൾ പഠിപ്പിക്കാൻ വന്ന മുജദ്ദിദുമാർ, ഖുർആൻ പഠിപ്പിക്കാൻ വന്നവർ, ദഅവത്തിന് വന്ന മുജദ്ദിദുമാർ, തിലാവത്തിൽ നിന്ന് വന്ന മുജദ്ദിദുമാർ, ഹിഫ്ദിൽ വന്ന മുജദ്ദിദുമാർ,
ഓരോരോ വിഷയങ്ങളിലും മുജദ്ദിദീങ്ങൾ ഓരോ നൂറ്റാണ്ടിലും ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ഈ ദീൻ തളരാൻ പോകുന്നിടത്ത് നിന്ന് ഉണർത്തിയെടുക്കാൻ അല്ലാഹു ഓരോ 100 കൊല്ലത്തിൻ്റെ അവസാനത്തിലും ഈ ഉമ്മത്തിലേക്ക് മുജദ്ദിദുകൾ അയക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹാഫിദുൽ ഇറാഖി മഹാനവറുകളാണ് മുജദ്ദിദീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് 7-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ വല്ലന്നു അന്ന സാമിനൽ മഹ്ദിയു മിൻ വൽദിൻ നബിയ്യ വിൽ മസീഹുൽ മുഹ്തദി فالأمر أقرب ما يكون وذو الحجا متأخر ويسود غير مسودي والظن أن الثامن المهدي من എൻ്റെ ധാരണ എന്ന് മഹാനായ ഹഫീദുൽ ഇറാഖി, ഞാൻ നേരത്തെ ഖത്തീബുൽ ബഗ്ദാദി തങ്ങളെ അല്ല, ഹഫീദുൽ ഇറാഖി തങ്ങൾ പറയാണ് വല്ലന്നു അന്ന സാമിനൽ മഹ്ദിയു മിൻ വൽദിൻ നബി അവിൽ മസീഹുൽ മുഹ്തദി. ഞാൻ വിചാരിക്കുന്നത് 8-ാം നൂറ്റാണ്ടുകാരനാണ് മഹാനായ ഹഫീദുൽ ഇറാഖി. മഹാൻ പറയുന്നു, എനിക്ക് തോന്നുന്നത് ഈ 8-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദായിരിക്കും ഇമാം മഹ്ദി എന്ന്, അല്ലെങ്കിൽ ഈസാ നബി എന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടാണ് ക്രിസ്തീയ കണക്ക് പ്രകാരം, AD കണക്ക് പ്രകാരം, ഹിജ്റ കലണ്ടർ പ്രകാരം 15-ാം നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. മുത്തുനബിക്ക് ശേഷം 15-ാമത്തെ നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. 8-ാം നൂറ്റാണ്ടിൽ വരെ മഹ്ദി ഇമാം വരുമെന്ന് മഹാനായ ഖത്തീബുൽ ഹാഫിദുൽ ഇറാഖി തങ്ങൾ പറഞ്ഞു. അല്ലേ, നമ്മളൊക്കെ പറയില്ല ഇക്കൊല്ലം ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുകയാണ്. അള്ളാഹു കണക്കാക്കിയ സമയം എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ അത് നടക്കുന്നത് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുജദ്ദിദുകളെ അയക്കുന്ന ഉമ്മത്താണിത്. അതുകൊണ്ട് നിരാശപ്പെടരുത്. നിരാശപ്പെടാനല്ല, നന്മയുടെ വഴിയിലേക്ക് നമ്മളെ കൈപിടിക്കാൻ, നമുക്ക് നന്മയുടെ മന്ത്രങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചെവി തുറന്നു വെച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളുണ്ട്. മഹാനായ സഫ്വാൻ ഇബ്നു അസ്സാൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമിദി തങ്ങൾ അവരുടെ ജാമിഇൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ ബാബൻ ഖിബലൽ മഗ്രിബി മസാഫതുഹു 40 ആമാ. 40 കൊല്ലം ഒരു കുതിരപ്പുറത്ത് ഓടി യാത്ര ചെയ്താൽ പോലും ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം എത്താൻ കഴിയാത്ത വിധം വിശാലമായ ഒരു കവാടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗബയുടെ വാതിലായി നിശ്ചയിച്ചിട്ടുണ്ട്. ലാ യുഗ്ലഖു ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സമയം വരേക്കും. അതൊരു ഭൗമിക പ്രതിഭാസമാണ്. ഭൂമിയുടെ ഇപ്പോഴത്തെ കറക്കം ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ആ ഒരു റൊട്ടേഷൻ എങ്ങാനും ഒന്ന് സ്ലോലി അങ്ങ് പോസായിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് തിരിഞ്ഞാൽ പിന്നെ സൂര്യോദിക്കുന്ന പടിഞ്ഞാറാണ്. അത്രേ വേണ്ടൂ. സൂര്യനെ കൊണ്ടൊന്നും മറിച്ചിടൊന്നും വേണ്ട. ഭൂമിയുടെ കറക്കം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചാൽ വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. ഇറ്റ്സ് ടു ഈസി ഫോർ അല്ലാഹ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരേക്കും 40 വർഷത്തോളം യാത്ര ചെയ്താലും എത്തിത്തീരാത്ത വിശാലതയുള്ള കവാടമാണ് തൗബയുടെ കവാടം. ആ കവാടത്തിനിടയിലേക്ക്, ആ കവാടത്തിലൂടെ കടന്നു പോകാൻ കോടിക്കണക്കിന് ആളുകൾക്ക് അവസരമുണ്ട്. വാതിൽക്ക് തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. 40 കൊല്ലം ഒരു കുതിര ഓടിയാൽ, നോൺ സ്റ്റോപ്പ് ഓടിയാൽ, വാതിൽക്കട്ടിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് എത്തൂല. അപ്പം വാതിലിൻ്റെ വലുപ്പം എത്രയായിരിക്കും? അതൊരു ഇമാജിനറി വാതിലായിരിക്കാം, നമുക്കറിയില്ല. അതൊരു ടാൻജിബിൾ ഉള്ളതായിരിക്കാം, അല്ലാഹു അലം. ആ ഒരു കവാടം അല്ലാഹു അടച്ചു വെക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമ്പോഴാണ്. അതുവരെ ജനങ്ങൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സമയമുണ്ട്, തൗബ ചെയ്യാൻ സമയമുണ്ട്. ഓരോ മനുഷ്യന്റെയും ഖിയാമത്ത് നാളാണ് അവനവന്റെ മരണം സംഭവിക്കുന്ന ദിവസം. മൗതുൽ മർഇ ഖിയാമത്തുഹു. ഒരു മനുഷ്യന്റെ മരണം അവന്റെ ഖിയാമത്താണ്. ഖിയാമത്ത് എന്ന് പറയുന്നത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന നേരം, ശരീരമാസകലം തണുത്ത് കാലിൽ നിന്ന് പോലും റൂഹ് ഒഴിവായി ശരീരത്തിൻ്റെ വയറിലേക്ക് തണുപ്പ് കയറി, നെഞ്ചിലേക്ക് തണുപ്പ് കയറി, കഴുത്തിലേക്ക് എത്തുന്ന നേരം വരേക്കും തൗബ ചെയ്യാൻ സമയമുണ്ട്. അല്ലാഹു എത്ര കാരുണ്യവാനാണ്. എത്ര വലിയ രോഗം വന്ന് എത്ര മാസം കിടന്നാലും
ആ കിടന്ന കിടപ്പിൽ ഒന്ന് എണീക്കാൻ തനിക്ക് കഴിയില്ല എന്ന് തോന്നിയാൽ തന്നെയും ഇനി ഒരു തിന്മ ചെയ്യാൻ പോയിട്ട് ഒരു നന്മ ചെയ്യാൻ പോലും ഒന്ന് കൈ ഉയർത്താൻ പോലും കഴിയാതെ പാരലൈസായി കിടക്കുന്ന ഒരു മനുഷ്യന് പോലും റബ്ബേ ചെയ്തു പോയ തെറ്റുകളിൽ ഞാൻ ഖേദിക്കുകയാണ് അല്ലാ, ഒരു തെറ്റും ഞാൻ ഇനി ചെയ്യില്ല റബ്ബേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തെളിമയാർന്ന നീയത്തോടുകൂടെ റബ്ബിനോട് തൗബ ചെയ്താൽ ആ മനുഷ്യനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അവസരം അല്ലാഹു എത്രയോ വെച്ചിരിക്കുകയാണ്. തിന്മകളെ ലഘുവായി കാണരുത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഇന്നൽ മുനാഫിഖ യറാ ദുനൂബഹു കദുബാബിൻ ത്വാറ അലാ വജ്ഹി. മുഖത്തേക്ക് പാറി വരുന്ന ഒരു ഈച്ചയെ പോലെയാണ് ഒരു കപടവിശ്വാസിയായ മനുഷ്യൻ തിന്മകളെ കാണുന്നത്. കള്ളു കുടിക്കുന്നു, ഡ്രഗ് അടിക്കുന്നു, സ്മെൽ ചെയ്യുന്നു, സ്മോക്ക് ചെയ്യുന്നു, അതൊക്കെ നത്തിങ്, എവരിബഡി ഡസ് ദാറ്റ്. എല്ലാവരും ചെയ്യുന്ന പരിപാടിയില്ല, അതിന് എന്താ കുഴപ്പമൊന്നും. ഇത് കപടവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. അതിനെന്ത് കുഴപ്പം, എല്ലാവരും ഇപ്പം അങ്ങനെയല്ലേ. പെൺകുട്ടികൾ പറയും എനിക്കും ഒരു മൊബൈൽ നമ്പറൊക്കെ അല്ലേ, എനിക്കും ആരെങ്കിലും അങ്ങനെ വിളിക്കണ്ടേ, അപ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ടേ, അപ്പോൾ പകരം ഹൈ, അപ്പോൾ ഇങ്ങോട്ടൊരു ഹൈ, ചെറുക്കം ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറയുകയും ചെയ്യാം. മുനാഫിഖിന്റെ അടയാളമാണ് മുഖത്തേക്ക് പാറി വരുന്ന ഒരു ഈച്ചയെ പോലെയാണ് പാപങ്ങളെ കാണുന്നത്. ഫഖാല ബിഹി ഹാകദാ, ഒരു ഈച്ച വരുമ്പോൾ കൈകൊണ്ട് കൊണ്ട് തട്ടി മാറ്റും എന്നതുപോലെ നിസ്സാരമായിട്ടാണ് ഒരു കപടവിശ്വാസി മുനാഫിഖായ മനുഷ്യൻ, ഒരു ഹിപ്രോക്രിറ്റ് തിന്മകളെ കാണുന്നത്. وَإِنَّ الْمُؤْمِنَ يَرَى ذُنُوبَهُ كَأَنَّهَا جَبَلٌ يُوشِكُ أَن تَقَعَ عَلَيْهِ. എന്നാൽ ഒരു വിശ്വാസിയായ ആണും പെണ്ണും പാപങ്ങളെ കാണുന്നത് ഒരു വലിയ മല പോലെയാണ്, അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഈ മലയെങ്ങാനും എൻ്റെ തലയിലേക്ക് വീഴുമോ എന്ന് ആ മലയുടെ താഴെ നിന്ന് പേടിക്കുന്ന പോലെയാണ് ഈമാനുള്ള ആണും പെണ്ണും തിന്മകളെ കാണുന്നത്. മുനാഫിക്ക് കാണുന്നതോ ഈച്ചയെ ആട്ടുന്ന പോലെ. നമ്മൾ എങ്ങനെയാണ് തിന്മകളെ കാണുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. അല്ലാഹു തൗബ ചെയ്ത് മടങ്ങാൻ തൗഫീഖ് നൽകട്ടെ. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. ഇത് പറയുമ്പോൾ അല്ലാഹു സൂറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വലിയൊരു ഭാഗം ചർച്ച ചെയ്ത സൂറയാണത്. റബ്ബ് തആല പറയുന്നു, വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹുവിൻ്റെ കാരുണ്യം, അല്ലാഹുവിൻ്റെ കരുണയും അല്ലാഹുവിൽ നിന്ന് പാപമോചനവും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിരാശപ്പെട്ടു പോകല്ലേ. ഇനി ഞാൻ നിസ്കരിച്ചിട്ട് എന്ത് കാര്യമാണ്, ഇനി ഞാൻ നോമ്പെടുത്തിട്ട് എന്ത് കാര്യമാണ്, ഇനി ഞാൻ ഖുർആൻ ഓതിയിട്ട് എന്ത് കിട്ടാനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ തിന്മ ചെയ്തു പോയില്ലയോ. 100 മനുഷ്യ ജീവനുകളെ അപായപ്പെടുത്തുകയോ കൊല ചെയ്യുകയോ ചെയ്ത ഒരു കൊലപാതകിക്ക് അയാൾ തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. 100 ആളെ കൊന്നിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇരിക്കുന്നവർ? ഇവിടെ ഉണ്ടോ? എന്തായാലും ജയിലിലായിരിക്കും അല്ലേ, ഉണ്ടെങ്കിൽ തന്നെ സദസ്സിലുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങൾ അതിനേക്കാൾ തുലോം കുറവായിരിക്കുമെന്ന് ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. വിദ്യാർത്ഥിനികളെ ലഹരിയോ അതുപോലെയുള്ള ചീത്ത കൂട്ടുകെട്ടുകളിലോ പെട്ടുപോയിട്ട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഇനിയും സമയമുണ്ട്. നിരാശപ്പെടരുത്. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. Never despair from the bounty of Allah, from the mercy of Allah. അല്ലാഹുവിൻ്റെ കരുണയിൽ നിന്ന് despair ആവരുത്, നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. Definitely none but the disbelievers do despair from the mercy of Allah. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടുന്നത്
ദൈവനിഷേധികൾ മാത്രമാണ്. വിശ്വാസികൾ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കുന്നവരാണ്. ലൗലാ അന്നകും തുദ്നിബൂൻ, പുണ്യനബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്. ഈ ഹദീസ് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ കുറച്ച് അപകടമാണ്. ഉടനെ ശരിക്കും വിശദീകരിക്കുകയാണ്. ലൗലാ അന്നകും തുദ്നിബൂൻ, നിങ്ങൾ തെറ്റുകൾ ചെയ്യില്ലായിരുന്നുവെങ്കിൽ. അർത്ഥം പറയണം, അപ്പൊ തന്നെ നിങ്ങൾ പൂട്ടിച്ച് പോവരുതേ, വിശദീകരണം കേട്ടിട്ടേ പോകാവൂ. ലൗലാ അന്നകും തുദ്നിബൂൻ, നിങ്ങൾ തെറ്റുകൾ ചെയ്യില്ലായിരുന്നുവെങ്കിൽ ലജാ അല്ലാഹു ബിഖൗമിൻ യുദ്നിബൂൻ ഫയസ്തഗ്ഫിറൂന ഫയഗ്ഫിറു ലഹും, തിന്മകൾ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ അള്ളാഹു ഇവിടെ കൊണ്ടുവരികയും അവരല്ലാഹുവിനോട് പാപമോചനം ചോദിക്കുകയും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ തെറ്റുകളെ അള്ളാഹു തന്നെ ചെയ്യണമെന്ന് പറയാണോ എന്ന ചോദ്യം വരും. നിങ്ങൾ തെറ്റുകൾ ചെയ്യുകയില്ലായിരുന്നുവെങ്കിൽ തിന്മകൾ ചെയ്യുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു ഇവിടെ കൊണ്ടുവരികയും അവരല്ലാഹുവിനോട് തിന്മ ചെയ്ത് പാപമോചനം ചോദിക്കുകയും അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന ഹദീസിനെ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന് ക്ലിപ്പ് ഉണ്ടാക്കണ മുറിച്ചിട്ട് വിടും ക്ലിപ്പ്. ഇപ്പോൾ ഈ ഹദീസ് പറഞ്ഞാൽ അവിടെ മുറിച്ചിട്ടിട്ട് എന്തേരും തിന്മ ചെയ്തോളി എന്നതാ പറയുന്നേ എന്നാണ് പറയില്ലേ. റബീഉൽ അവ്വലിൻ്റെ വിഷയം വരുമ്പോഴേ ഒരു ക്ലിപ്പ് ഇടക്കിടക്ക് വരും. എന്താ, പുണ്യനിബിതങ്ങളും സഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്, അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യണം. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ, നബിതങ്ങളോ സഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല. ഇതാണ് ഞാനിവിടെ സമർത്ഥിക്കുന്നത്. അപ്പം നമ്മളൊരു മുണ്ടേരിക്കാരൻ ചങ്ങായിണ്ട്, അവനിതാ പരിപാടി മുറിച്ചുണ്ടാക്കുക. അവൻ അവിടെ മുറിച്ചിട്ട് ഇതാ ഉസ്താദ് തന്നെ പറയുന്നു സഹാബികളും നബിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യണത് എന്ന്. ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കാൻ പോലും അവരും തയ്യാറല്ല, കേൾപ്പിക്കാനും തയ്യാറല്ല. എന്തിനാ പിന്നെ നമ്മൾ പറയുന്നത്, എന്തിനാ അവരെടുക്കണത്? അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ അവരെടുക്കുന്നുണ്ട്. നമ്മൾ പറയാം അവർക്ക് പിടിക്കാത്തത് മാത്രം വരുമ്പോൾ നന്നായിട്ട് ചവിട്ടി തേക്കുന്നുണ്ട്. ഒറ്റ കാര്യം, ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ തീരെ കേൾക്കണ്ട. ഉണ്ടല്ലോ, ആവശ്യത്തിന് മാത്രം കേൾക്കുക, ബാക്കി ഒഴിവാക്കുക. ആളുകൾക്ക് സത്യം കേൾക്കാൻ അവകാശമല്ലേ. റബീഉൽ അവ്വൽ വന്ന അപ്പം വിടും ഈ ഒരു ക്ലിപ്പ്. നബി സഹാബികളോ താബിഈങ്ങളോ ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്, എന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് ബിദ്അത്ത് എന്ന് പറയാൻ പാടില്ല എന്നാ ഞാൻ പറയാൻ പോണത്. അവിടെ നിർത്തും. ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്, കണ്ടില്ലേ ഞങ്ങൾ പറയണതാണ് പറയണത്, എന്നിട്ട് ഫിത്ന ഉണ്ടാക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു താല വിചാരിക്കണ നേരത്തെ തന്നെയല്ലേ കിട്ടുള്ളൂ. അങ്ങനെയാണ്, നമുക്ക് വരക്കാനേ പറ്റുള്ളൂ. ലൗലാ അന്നകും തുദ്നിബൂൻ, അതുകൊണ്ട് പറയാണ് ഈ ഒറ്റ ഹദീസ് കേട്ടിട്ട് എന്ത് ചെയ്ത് എഴുന്നേറ്റ് പോയാലേ തിന്മൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നാണെന്ന് മനസ്സിലായത് ഇന്നത്തെ വേദത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ആയിപ്പോകും. അങ്ങനെയല്ല, ഇത് എവിടെയുള്ളതാണ്, എവിടെ പറയാനുള്ളതാണ്. ഇതൊരു ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഹദീസാണെന്ന് പറയാം. ചികിത്സ എവിടെ കൊടുക്കുക? രോഗിക്ക് കൊടുക്കുന്ന മരുന്നാണ് ചികിത്സ എന്ന് പറയുന്നത് അല്ലേ. രോഗിക്കാണ് ചികിത്സ കൊടുക്കുക. ഈ ഹദീസ് ബൽസമുൻ വഇലാജുൻ യൂളഉ ഫീ മൗദിഇഹി, ഹദീസ് കൊണ്ട് നമ്മൾ അങ്ങനെ പറ, ഇതൊരു മരുന്നായ ഹദീസാണ്. ഇത് മരുന്നാണ്. നമ്മളെ ഇപ്പം ഈന്ത് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇപ്പോൾ നാട്ടിൽ കിട്ടാണ്ടോ? ഈന്ത് പൊടിയൊക്കെ ഉണ്ടാ? ഈന്ത് ഇറച്ചൊക്കെ വെക്കുന്ന ഒരു പരിപാടില്ലേ ഈന്ത് എന്ന് പറയുന്ന സാധനം, കുഞ്ഞിപ്പത്തലൊക്കെ പോലെ വെക്കുന്ന ഇല്ലേ, ഉണ്ടോ? കുഞ്ഞു അരി കൊണ്ടല്ല ഉണ്ടാക്കുന്നത്, ഈന്ത് പൊടിയുണ്ട്. പനയിൽ നിന്ന് കിട്ടുന്ന ഈന്ത് കൊണ്ട് ഉണ്ടാക്കുന്ന അത് മരുന്നാണ് അല്ലേ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും, ഇവിടെ ഉണ്ടോന്നല്ല. അപ്പോൾ അതിപ്പോൾ കിട്ടാനില്ല. ഇപ്പോൾ വയനാട്ടിൽ എവിടെ നിന്നെങ്കിലൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. നല്ല സാധനമാണ് കിട്ടുകയാണെങ്കിൽ അല്ലേ, മരുന്നാണ്. ശരീരത്തിലെ നീരൊക്കെ വലിച്ചെടുക്കുന്ന പറയാം. അത് ചോറ് തിന്നണ പോലെ തിന്നാൻ പറ്റൂല, അത് മരുന്നാണ്. മരുന്ന് പോലെ തന്നെ വേവിച്ച ചൂടോടെ അപ്പം തന്നെ കഴിക്കണം, വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല എന്നാ പറയാം. മരുന്നാണ്. മരുന്ന് രോഗത്തിന് ചികിത്സിക്കാനാണ് ഉപയോഗിക്കുക. ഈ ഹദീസ് ബൽസമുൻ, ഇതൊരു മരുന്നാണ്. വഇലാജുൻ, ഇതൊരു ചികിത്സയാണ്. ഇതിനാർക്കാണ്, ആരെ ചികിത്സിക്കാനുള്ളതാണെന്നറിയോ? ഇത് فَتُعَالَجُ بِهِ جِرَاحُ التَّائِبِينَ النَّادِمِينَ الْمُقْلِعِينَ, തിന്മകൾ ചെയ്ത് തിന്മയിൽ നിന്ന് പിന്മാറി തൗബ ചെയ്ത് മടങ്ങി കഴിഞ്ഞ കാലത്തെയോർത്ത് സങ്കടപ്പെടുന്ന പശ്ചാത്തപിച്ചു വന്ന ആളുകളെ ചികിത്സിക്കാനുള്ള ചികിത്സയാണ് ഈ ഹദീസ്. നന്നായി വന്നു. പഴയ കാലത്ത് ഒരുപാട് ദുൽമ ചെയ്തതാണ്, അതൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെടുന്ന ആൾക്കാരാ.
ആ സങ്കടപ്പെടുന്നവരോടാ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ തെറ്റുകൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു തെറ്റു ചെയ്യുന്നവരെവിടെ കൊണ്ടുവരും. എന്നിട്ട് അവരെ കൊണ്ടുള്ള പൊരുത്തം ചോദിക്കും, അള്ളാഹു അവർക്ക് പൊരുത്തം കൊടുക്കും. അങ്ങനെ അള്ളാഹു ചെയ്യുന്നവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾ തെറ്റുകൾ ചെയ്തു പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു എന്നെ സ്വീകരിക്കില്ലേ എന്ന് പേടിച്ച് നിരാശപ്പെട്ടു പോകരുതേ. തൗബ ചെയ്ത് മടങ്ങുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ മനസ്സ് വേദനിക്കുന്ന ആളുകളെ മനസ്സ് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹദീസാണിത് എന്നല്ലാതെ തെറ്റുകൾ യഥേഷ്ടം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. മനസ്സിലായല്ലോ? മനസ്സ് വേദനിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. കഴിഞ്ഞ കാലത്തെ ഇരുളുകളെ നോക്കി വേദനിക്കുന്നവരോട്, പടച്ചവനെ ഞാൻ എന്തൊക്കെ ചെയ്തു, റമളാനിന്റെ പകല് പോലും തിന്മകൾ ചെയ്തുവല്ലോ, റമളാനിന്റെ അവസാന രാവുകൾ പള്ളികളിൽ ഖിയാമുൽ ലൈലും തറാവീഹും നടക്കുമ്പോൾ കാടുകളിലും ക്യാമ്പുകളിലും ക്ലബ്ബുകളിലും പോയിട്ട് മദ്യപിച്ച് നടന്നിരുന്നല്ലോ റബ്ബേ, ഞാൻ ആ ചെയ്തു കൂട്ടിയത് എനിക്ക് മാപ്പ് നൽകുമോ എന്ന് മനസ്സുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങി വന്നതിന്റെ ശേഷവും പൊട്ടിക്കരയുന്നവരെ നോക്കി പറഞ്ഞു കൊടുക്കണം ഈ ഹദീസ്. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. തെറ്റ് ചെയ്യില്ലായിരുന്നുവെങ്കിൽ അത് ചെയ്യുന്നവരെ അള്ളാഹ് കൊണ്ടുവരികയും അവരെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അള്ളാഹു മാപ്പ് കൊടുക്കുകയും ചെയ്യും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അല്ലാമ ഇബ്നു ബത്വ അവരുടെ കിതാബുണ്ട്, കിതാബുൽ ഇനാബ. അബ്ദുല്ലാഹി ഇബ്നു ശൗദബിൻ റളിയല്ലാഹു റഹിമഹുല്ലാ, താബിഈയായ അബ്ദുല്ലാഹി ഇബ്നു ശൗദബ് റഹിമഹുല്ലാ പറയുന്നത്, മഹാനായ അല്ലാമ ഇബ്നു ബത്വ അവരുടെ കിതാബുൽ ഇനാബയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാമുൽ ലാൽക്കായി മഹാനവറുകളുടെ ഉസൂലു ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന കിതാബുണ്ട്. ഇമാം ലാൽക്കായിയുടെ, ലാൽക്കായി ഇമാമിന്റെ പേരാ, ശറഹ് ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്ന, അഹ്ലു സുന്നയുടെ വിശ്വാസത്തിന്റെ ഉസൂലുകളെ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകളും മഹാനായ ഇബ്നു ബത്വ തങ്ങൾ കിതാബുൽ ഇനാബയിലും അബ്ദുല്ലാഹി ഇബ്നു ശൗദബ് റഹിമഹുല്ലാ പറയുന്നൊരു കാര്യം, ഇന്ന മിൻ നിഅമത്തില്ലാഹി അലശാബ്, യുവാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഒരു നിഅമത്തിനെ കുറിച്ചാണ് മഹാനവറുകൾ പറയുന്നത്. ഇന്ന മിൻ നിഅമത്തില്ലാഹി അലശാബ്, യുവാക്കൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ഇദാ നസക, ഒരു ചെറുപ്പക്കാരൻ നന്നായി ജീവിക്കാൻ ഉദ്ദേശിച്ച് മടങ്ങിയാൽ, ഒരു ചെറുപ്പക്കാരൻ നന്നാവണമെന്ന് വിചാരിച്ചു എന്ന്, ആ നന്നാവണം എന്ന ചിന്തയോടുകൂടെ ഒരു ചെറുപ്പക്കാരൻ മടങ്ങി വന്നാൽ ദീനിലേക്ക്, അയാൾക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു നിഅമത്താണ് അയ്യു ആഖിയ സ്വാഹിബ സുന്നത്തിൻ യഹ്മിലുഹു അലൈഹാ, സുന്നത്തുകളും നിബിതങ്ങളുടെ ചര്യകളും പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരു നല്ല കൂട്ടുകാരനെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു തൗബ ചെയ്ത് മടങ്ങുന്ന യുവാക്കൾക്ക് നൽകുന്ന വലിയ ഒരു നിഅമത്താണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ശൗദബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതിന് സമാനമായൊരു വാക്ക് മഹാനായ അള്ളാഹുവിൻ്റെ വലിയും ആരിഫമായ മുഹദ്ദിസുമായ ഹദീസ് പണ്ഡിതനായ അയ്യൂബ് സഖ്തിയാനി തങ്ങളുടേതുമുണ്ട്. മഹാൻ പറയുന്ന മിൻ സആദത്തിൽ ഹദഫ്, ഹദഫ് എന്ന് പറഞ്ഞ യുവാക്കള്, ചെറുപ്പക്കാരുടെ വലിയൊരു സൗഭാഗ്യമാണ്. വൽ അജമി, അറബി അറിയാത്ത, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ള അറബികളല്ലാത്ത മുസ്ലിമീങ്ങൾക്കും ചെറുപ്പക്കാർക്കും അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ് അയ്യുവഫിഖഹുമുല്ലാഹു ബിആലിമിൻ മിൻ അഹ്ലിസ്സുന്ന, അഹ്ലുസ്സുന്ന വൽ ജമാഅത്തിന്റെ ഒരു ആലിമിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊടുക്കുന്നത്. നല്ലൊരു ആലിമിനെ പരിചയപ്പെട്ടു, നല്ലൊരു ആലിമിനെ കേൾക്കാൻ കഴിഞ്ഞു, ശ്രദ്ധിക്കാൻ കഴിഞ്ഞു, അവരുടെ മജ്‌ലിസിൽ പോയിരിക്കുന്നു, അവരുടെ ക്ലാസ്സിൽ ചെന്നിരിക്കുന്നു, അവരുടെ ദർസിൽ പോയിരിക്കുന്നു, അവർ പഠിപ്പിക്കുന്നത് പഠിക്കാൻ കഴിയുന്നു. ആ ഒരു സൗഭാഗ്യം സുന്നത്തും പുണ്യനബി തങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയും പഠിക്കാൻ അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് യുവാക്കൾക്ക് അത്തരം ആലിമീങ്ങളെ പരിചയപ്പെടാൻ കഴിയുക എന്നത്. അല്ലാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ.